ഇന്ത്യയെ കുറിച്ച് 24 മണിക്കൂർ, ജനങ്ങളെ കുറിച്ച് 24 മണിക്കൂർ 365 ദിവസം ആലോചിച്ച് ചിന്തിച്ച് അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയാണെന്ന് പറയാൻ എനിക്കൊരു സംശയം. വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ആ ഫൗണ്ടേഷൻ എന്താണ്? വികസിത ഭാരതം. 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവണം. നിങ്ങള് നരേന്ദ്രമോദി ഇവർക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ കോൺഫിഡൻസ് എവിടെ കിട്ടുന്നു? ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് വരാൻ പോകുന്ന വികസിത് ഭാരത്. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുകയാണ്, ലോകത്തില് ഏറ്റവും നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവ് ആരാണ്? 10 കൊല്ലം CPM ഭരിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് 10 കൊല്ലം കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. ആ സാമ്പത്തിക ശക്തി, ഇക്കണോമിക് ഗ്രോത്തിന്റെ കാരണം മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ്ങും വീടുണ്ടാക്കലും ഹെൽത്ത് ഇൻഷുറൻസും ജനങ്ങൾക്ക് വേണ്ട ഓരോരോ ഇഷ്യൂ പരിഹരിക്കാൻ സാധിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായി ഇന്ത്യ മാറുന്നു. ഇതൊരു മാജിക് ഒന്നല്ല. ഒരു മീറ്റിംഗിൽ വന്ന് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ട് ഓടിപ്പോയി പിന്നെ ബഡ്ജറ്റ് വരുമ്പോൾ അതിൽ 10 കോടി പ്രാധാന്യം ഉണ്ടാക്കുന്ന രാഷ്ട്രമല്ല. ഇത് കൃത്യമായി പോളിസി ഉണ്ടാക്കുക, പോളിസിനെ ഫണ്ട് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇത് കഠിന അധ്വാനമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ടീമിൽ എനിക്ക് മെമ്പർ ആവാൻ 3 കൊല്ലം അവസരം കിട്ടി. ഇന്ത്യയെ കുറിച്ച് 24 മണിക്കൂർ, ജനങ്ങളെ കുറിച്ച് 24 മണിക്കൂർ 365 ദിവസം ആലോചിച്ച് ചിന്തിച്ച് അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയാണെന്ന് പറയാൻ എനിക്കൊരു സംശയം. ഇന്ത്യ ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ്, ഇന്ത്യൻസ് ഫസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പറയാൻ രാഷ്ട്രീയക്കാർ എന്തും പറയും. 100% കഴിഞ്ഞ 12 കൊല്ലം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടോ? അങ്ങനെ എവിടെയാ നടക്കുന്നത്? ചില വീഴ്ചകളും ചില മിസ്റ്റേക്സും ചില ഗ്യാപ്സും ഉണ്ടാവും. പക്ഷെ ട്രജക്ടറി എന്താണ് ഇന്ത്യയിൽ? ഇന്നലെ അദ്ദേഹം, ഞാനും മുള്ളിയേട്ടം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, PM റോജ്ഗാർ യോജനയുടെ പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുക, ഇമോഷനോട് സംസാരിക്കുക. കഴിഞ്ഞ 12 കൊല്ലം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ ആർക്ക് വേണ്ടി? പുതിയ തലമുറയ്ക്ക് വേണ്ടി, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി. ആ ഫൗണ്ടേഷൻ എന്താണ്? വികസിത ഭാരതം. 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവണം. അത് ഒരു കാഴ്ചപ്പാട് മുമ്പിൽ വെച്ച് അദ്ദേഹം 2014 മുതൽ പ്രവർത്തിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമില്ല. ഞാനിത് കേരളത്തിൽ വന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വർക്ക് കണ്ടപ്പോൾ ഇപ്പൊ മനസ്സിലായി, ഇതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. ഇവിടെ എന്തും പറയാ, എന്തും ചെയ്യുക, എന്തും വാഗ്ദാനങ്ങൾ കൊടുക്കുക, പക്ഷെ ഒന്നും ചെയ്യാണ്ട് ഓരോരോ വിവാദങ്ങൾ ശേഷിച്ച് ജനങ്ങളുടെ ശബ്ദം തിരിക്കുക. അതല്ല ശരിക്കും നമ്മുടെ നാടിന് രാജ്യത്തിന് ആവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. കഴിഞ്ഞ 12 കൊല്ലം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഇത് കാണിക്കണം. അതിന്റെ ഒരു ബെഞ്ച് മാർക്കാണ് നരേന്ദ്രമോദിജി. ആ ബെഞ്ച് മാർക്കിന് മീറ്റ് ചെയ്യാൻ കഴിയാത്ത ഓരോരോ ലീഡേഴ്സ് ഉണ്ട് ഈ രാജ്യത്ത്. അവരാണ് എല്ലാ ആഴ്ചയും ദിവസവും ഒരു വിവാദം സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. പക്ഷെ നരേന്ദ്രമോദിജി ഈ വികസിത ഭാരതം എന്ന ഒരു കാഴ്ചപ്പാടും സങ്കല്പം വെച്ച് മുമ്പോട്ട് പോകുന്നു, ഒരു ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുന്നു. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനം ഒരു ഉദാഹരണമായിട്ട് പറയാണ്, നമ്മൾ ആത്മവിശ്വാസം. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇക്കോണമി വളർന്നു, സെക്യൂരിറ്റി ശക്തമാക്കി. ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യയും ഇന്ത്യക്കാരുടെയും ആത്മവിശ്വാസത്തിന് വലിയ ഒരു വർധന, വലിയ ഒരു ചാട്ടം വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. 2022
ഞാൻ മന്ത്രിയായി ഒരു ഡെലിഗേഷന് UK കൊണ്ടുപോയി. ഒരു 35 യുവ സ്റ്റാർട്ടപ്സ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്റ്റാർട്ടപ്സ്. ഒരു ഞായറാഴ്ച അന്നത്തെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിൽ 10 ഡൗണിംഗ് സ്ട്രീറ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഈ യൂത്ത്, നമ്മളെ എല്ലാ ഇന്ത്യക്കാരായിരുന്നു, എല്ലാവരും ബാംഗ്ലൂർ, ഹൈദരാബാദ്, അവിടുന്ന് എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ, ആരുടെയും അച്ഛനോ അപ്പൂപ്പനോ വലിയ ആളായിരുന്നില്ല, അവരെല്ലാം സെൽഫ് മെയ്ഡ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവര് സംസാരിക്കുന്ന കോൺഫിഡൻസ് എല്ലാം കണ്ടിട്ട് ബോറിസ് ജോൺസൺ എന്നെ കയ്യിലേക്ക് പറയാറ്, നിങ്ങള് നരേന്ദ്രമോദി ഇവർക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത്, ഇവർക്ക് ഇങ്ങനെ കോൺഫിഡൻസ് എവിടെ കിട്ടുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ല, അദ്ദേഹം അവരെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലാവിധ സപ്പോർട്ട് പ്രധാനമന്ത്രി ചെയ്യുന്നുണ്ട്. അതാണ് മാജിക്. വേറെ ഒരു തന്ത്രവുമില്ല. ഇന്ത്യന്റെ യുവതലമുറയിൽ നല്ല സാധ്യതയുണ്ട്, അവർക്ക് നല്ല കഴിവുണ്ട്. ഇതുവരെ സർക്കാർ എല്ലാം അവരെ ചവിട്ടി വെക്കുകയായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിജി അവരുടെ കേപ്പബിലിറ്റിയും പൊട്ടൻഷ്യൽ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് വരാൻ പോകുന്ന വികസിത് ഭാരത്. ഇന്നലെ നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടോന്നറിയില്ല, അതില് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുകയാണ്, ലോകത്തില് ഏറ്റവും നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവ് ആരാണ്? അപ്പോ ഡൊണാൾഡ് ട്രംപ് പറയാണ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അപ്പോ ഈ അമേരിക്കൻ ജേർണലിസ്റ്റിന് അത് സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോ ചൈനയുടെ ജി ജിൻപിങ്ങോ, ഓക്കെ അയാള്, പക്ഷെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ലീഡർ, ഗ്ലോബൽ ലീഡർ. അപ്പൊ അതാണ് 12 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ, നരേന്ദ്രമോദിജി നയിച്ച ഇന്ത്യ ഇന്നത്തെ സ്ഥിതി. ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച്, നമ്മുടെ ഒരു ലക്ഷ്യം ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യം നമുക്കെല്ലാവർക്കും ആയിരിക്കില്ല, നമ്മുടെ വരാൻ പോകുന്ന പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾക്ക് അത് നമ്മൾ ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ച് വാക്ക് ചുറ്റുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി.